ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പ്രത്യേക തരം റോസ് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് ആ റോസ്. നിങ്ങൾക്ക് വല്ല പ്രത്യേകതയും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഈ റോസ് ഞാൻ എൻ്റെ കുന്നംകുളത്തുള്ള ആൻറ്റിയുടെ വീട്ടിൽ നിന്നാട്ടോ കൊണ്ടുവന്നത്. 4-5 കൊമ്പ് കൊടുന്നു. അതൊക്കെ അവിടെ കുഴിച്ചിട്ടു. അതിൽ 3 കൊമ്പ് ശരിക്കും പിടിച്ചുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നശിച്ചു പോയി. പക്ഷേ ഇപ്പം അതൊക്കെ നല്ല വലിയ തൈയായിട്ട് മാറിയിട്ടോ. ഇപ്പം അതിലൊക്കെ ധാരാളം റോസാപ്പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും മുട്ടുകളാണ്, തുരുതുരാന്ന് മുട്ടുകളാട്ടോ. പിന്നെ വെള്ളയിൽ ലൈറ്റ് റോസ്, പിന്നെ ഡാർക്ക് പിങ്ക്, പിന്നെ വെറും വെള്ള റോസ്, ഇങ്ങനെയൊക്കെ ആട്ടോ. നല്ലൊരു ഭംഗി തന്നെയാട്ടോ ഈ റോസാപ്പൂ കാണാൻ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളയിൽ റോസ് കളറായിട്ട് നമ്മുടെ ആശാൻ തല പൊക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇത് നമ്മുടെ നാടൻ റോസ്. ഇത് ഇതൊക്കെ വിരിഞ്ഞിട്ടുള്ള ഇതാണ്. ആ പൂക്കളൊക്കെ നമ്മളൊന്ന് വെട്ടിക്കൊടുക്കണം. ഇങ്ങനെ വെട്ടിക്കൊടുത്താലാണ് ഇതിലൊക്കെ ഇനി ധാരാളം മുട്ടിട്ടിട്ട് പൂ വിരിയുകയുള്ളൂ. ഇതൊക്കെ നമ്മളിങ്ങനെ വിരിഞ്ഞ പൂക്കളൊക്കെ നമ്മൾ വെട്ടിയിട്ട് കളയണം. പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടിയിട്ട് കൊടുക്കണം. അപ്പോഴാണ് ഇതിലൊക്കെ നിറഞ്ഞും പൂവുണ്ടാവുള്ളൂ കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്താം. ബായ്.